വീടുകളിലൊക്കെ സ്ഥിരമായി കാണുന്നതാണല്ലേ അമൃതം പൊടി. ഇത് വെച്ച് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ലഡു ഉണ്ടാക്കിയാലോ? അതിനായി കുറച്ച് ഉണക്കമുന്തിരി, ഒരു 4-5 ഏലക്ക, കുറച്ച് നിലക്കടല തൊലി കളഞ്ഞെടുത്തത്, പിന്നെ കുറച്ച് കാഷ്യൂ നട്ട്. ഞാനത് ഇവിടെ ഇങ്ങനെ കുറച്ച് പൊടിച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം കേട്ടോ. പിന്നെ തേങ്ങ ചിരവിയതും വെള്ളപ്പാവും ഉണ്ടാക്കണം. അപ്പോൾ വെള്ളപ്പാവിനായിട്ട് ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുള്ളൂ. എനിക്ക് മധുരം അധികം വേണ്ടാത്തതുകൊണ്ട് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർക്കാം. തേങ്ങയും ഏലക്കയും ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. പിന്നെ നമുക്ക് ഈ അമൃതം പൊടി ഒന്ന് വറുത്തെടുക്കണം. അതിൻ്റെ ഒരു പച്ചമണം ഇല്ലാതിരിക്കാനാണ്. വറുത്തെടുത്ത അമൃതം പൊടിയിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങയും ഏലക്കയും അതുപോലെ തന്നെ നിലക്കടലയും കാഷ്യൂ നട്ടും ഒക്കെ ഒന്ന് ചേർത്ത് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് വെള്ളപ്പാവും ചേർത്ത് ഒന്ന് മിക്സ് ആക്കുക. ഇനി നമുക്ക് ഉണക്കമുന്തിരിയെ നെയ്യിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് നെയ്യിൽ റോസ്റ്റ് ചെയ്ത ഉണക്കമുന്തിരിയും കൂടെ ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യമെങ്കിൽ മാത്രം കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കുഴച്ച് അതിനെ നമുക്ക് ഇങ്ങനെ കൈ കൊണ്ട് തന്നെ ലഡുവിൻ്റെ ഷേപ്പിൽ കുഴച്ചെടുക്കാവുന്നതാണ്. ഇപ്പം ഇത് കാണുമ്പോൾ തന്നെ ഭയങ്കര റിച്ച് ആയിട്ടുണ്ടല്ലേ. ഇതൊരു പ്രോട്ടീൻ റിച്ച് സ്നാക്കാണ്. കുറച്ച് അധികം ലഡു ഉണ്ടാക്കിയാലും നമുക്കിത് സ്റ്റോർ ചെയ്ത് എടുത്തു വെച്ച് കഴിക്കാവുന്നതാണ്. ഇത് ഭയങ്കര ഹെൽത്തിയും ടേസ്റ്റി ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു ഹെൽത്തി സ്നാക്കാണ് ഈ അമൃതം പൊടി ലഡു. അപ്പോൾ അമൃതം പൊടി വീട്ടിലുള്ളവരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ.